UDF തരംഗത്തിൽ കാസർഗോഡ് ജില്ലയിലെ LDF കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമായി. മഞ്ചേശ്വരവും കാസർഗോഡും കൂടാതെ CPMന്റെ ചുവന്ന കോട്ടകളായ ഉദുമയിലും തൃക്കരിപ്പൂരിലും UDF തകർപ്പൻ വിജയമാണ് നേടിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കാസർഗോഡ് ജില്ലയിൽ നേരിട്ടത്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, gold and diamonds. Bank Road and Court Road, Kasargod. Forever shine. UDF തരംഗം മാഞ്ഞു വീശിയ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5-ൽ 4 നേടി UDF. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകൾ പിന്നിടുമ്പോൾ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം പ്രകടമായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് രണ്ടാം റൗണ്ടിൽ തന്നെ 6136 വോട്ടിന്റെ വൻ ലീഡാണ് സ്വന്തമാക്കിയത്. കാസർഗോഡ് മണ്ഡലത്തിൽ മൂന്നാം റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കലക്ടർ മാഹിൻ ഹാജി 6990 വോട്ടിന്റെ ലീഡോടെ ശക്തമായ മുന്നേറ്റം നടത്തുകയായിരുന്നു. അവസാന റൗണ്ടുകൾ വരെ രണ്ടുപേരും ലീഡ് നില മെച്ചപ്പെടുത്തുകയും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. കലക്ടർ മാഹിൻ ഹാജി വിജയിച്ചത് 23,240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും AKM അഷ്റഫ് 29,332 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനുമാണ് വിജയിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു വിജയിക്കുമെന്ന് പ്രവചിച്ച ഉദുമ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ഈ പ്രവചനം പോലെ CH കുഞ്ഞമ്പു മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് ഫലങ്ങൾ മാറിമറിയുകയും UDF സ്ഥാനാർത്ഥി K നീലകണ്ഠൻ മുന്നിൽ വരികയും ചെയ്തു. അവസാന ലാപ്പിൽ ഇടതിന്റെ ഹൃദയഭൂമിയായ ഉദുമയിൽ K നീലകണ്ഠൻ 4854 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം നേടുകയും ചെയ്തു. നീണ്ട 39 വർഷത്തിനു ശേഷമാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിനിധി MLA ആയി വിജയിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിന്നിരുന്ന ഉദുമ കൈവിട്ടത് ഇടത് കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉദുമയിലേതിന് സമാനമായിരുന്നു തൃക്കരിപ്പൂർ മണ്ഡലത്തിലെയും അവസ്ഥ. LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നേടിയത്. 5213 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സന്ദീപ് വാര്യർ വിജയിച്ചത്. നീണ്ട 6 പതിറ്റാണ്ടിനു ശേഷമാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിനിധി MLA സ്ഥാനം തിരിച്ചുപിടിക്കുന്നത്. അതേസമയം കാഞ്ഞങ്ങാട് മണ്ഡലം മാത്രമാണ് LDFന് ആശ്വാസമായത്. ആദ്യം മുതൽ തന്നെ മികച്ച ലീഡ് ഉയർത്തിയാണ് കാഞ്ഞങ്ങാട് LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നേറ്റം നടത്തിയത്. 15,316 വോട്ടിന്റെ ലീഡ് നേടിയാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വിജയം സ്വന്തമാക്കിയത്. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFന് നൽകിയത്. സിറ്റിംഗ് സീറ്റുകളായ ഉദുമയും തൃക്കരിപ്പൂറും കൈവിട്ടത് LDFന് ഇനിയും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല. 100-ലധികം സീറ്റുകളുമായി UDF ഭരണം ഉറപ്പിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ UDF പ്രവർത്തകർ നിറഞ്ഞ ആഹ്ലാദത്തിലാണ്. പ്രകടനം നടത്തിയും മധുരപലഹാരം നൽകിയും പ്രവർത്തകർ തങ്ങളുടെ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.